ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു യാത്ര പോയ വീഡിയോ ആണ് കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക്. ഒന്നുമില്ല, കുറേ നാളായിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമല്ലോ എന്ന് കരുതി. ഞാനും ഏട്ടനും മോനും മാത്രമല്ല കേട്ടോ, പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഏട്ടനും ചേച്ചിയും വരുന്നുണ്ട്. ചേച്ചി അവരുടെ മോനും ഉണ്ട്. പിന്നെ അപ്പം ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. അവർ 3 പേര് ഒരു ബുള്ളറ്റിലും ഞങ്ങൾ വേറൊരു ബുള്ളറ്റിലും അങ്ങനെയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. വണ്ടിയിൽ ഈ ബാഗ് കാരിയർ ഒക്കെ പിടിപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തണം എന്നായിരുന്നു കേട്ടോ. എങ്കിൽ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തേണ്ട സമയമുണ്ടായിരുന്നു, അവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ചുരത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ കുറച്ച് സമയം അവിടെ വണ്ടി നിർത്തി. ഇതാണ് വയനാട് ചുരം കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്താത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പിന്നെ യാത്ര തുടങ്ങി. കുറച്ച് ടൈം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ. ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉള്ള ആ ഒരു ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ഇതിപ്പോൾ രാത്രിയിൽ ഞങ്ങൾ അവിടെ അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂളിലിറങ്ങി. പൂളിൽ ഞങ്ങൾ അത്യാവശ്യം ഒരു 2-3 മണിക്കൂറോളം ഞങ്ങൾ പൂളിൽ തന്നെയായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നിന്ന് കയറാൻ വേണ്ടി ആർക്കും തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് സമയം ഞങ്ങൾ പൂളിൽ തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഞാൻ ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപാട് കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജനൽ ഒന്ന് തുറന്ന് ഇടുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് കേട്ടോ ഞങ്ങളുടെ ഫോണും പേഴ്സും ഒന്നും കൊണ്ട് ഇവർ പോകാഞ്ഞത്. അത്രയ്ക്ക് നമ്മുടെ അവിടെ ഇങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ഉണ്ട് കേട്ടോ കുരങ്ങന്മാർ. അവിടെ വേറെ ഗസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അവരിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന അവരുടെ തുണികളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ രാവിലെ ഉണ്ടായിരുന്ന നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വേഗം റെഡിയായി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂരിയും ബാജിക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്.
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായി ചൂരൽമല ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാനാവില്ല. അപ്പോൾ അത് അനുഭവിച്ചവരുടെ ഒരവസ്ഥ അപ്പോൾ നമ്മൾ ഓർത്തു പോകും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പിന്നെ കാന്തൻപാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പോൾ ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് കുറവ്, അല്ലെങ്കിൽ ഇതിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്കിലും അത്യാവശ്യം നല്ല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ദൂരം നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം തന്നെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.